ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം പകരമായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ. അമ്മയുടെ ഗർഭത്തിൽ ഒരു നിമിഷം മുതൽ കർത്താവെ എത്രയോ അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു കർത്താവെ. എന്നാൽ അവയൊന്നിനാലും കർത്താവ് ഞങ്ങൾക്കൊരു ദോഷവും വരാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് നല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ജീവിതത്തിന്റെ ഓരോ വഴികളിലും കർത്താവെ, ഇരുൾ മൂടി വഴികൾ കർത്താവെ, അസ്തമിച്ചു പോയ സാഹചര്യങ്ങളിൽ കർത്താവെ, ആരും തുണയില്ലാതിരുന്നപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് കാവലായി കർത്താവ്, കൂട്ടായി, സഖിയായി കർത്താവെ, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി കർത്താവ് ഞങ്ങളോട് കൂടിയിരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിൻ്റെ കർത്താവ് ഒരു സമയത്ത് ഞങ്ങളെ കർത്താവ് ഉപേക്ഷിക്കാതെ ഞങ്ങളോട് ചേർന്ന് നിന്ന കർത്താവ്, ഞങ്ങളെ ആശ്വസിപ്പിച്ച കർത്താവ്, അപ്പച്ചൻ ഞങ്ങൾക്ക് കർത്താവ് പുതിയ പ്രതീക്ഷകളെ നൽകി തന്ന കർത്താവ്, പുതിയ സന്തോഷത്തെ നൽകി തന്ന നല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ആയുസ് നൽകി തന്ന, ആരോഗ്യം നൽകി തന്ന കർത്താവ്, ഇന്നയോളം ഞങ്ങളെ വഴി നടത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അപ്പച്ച മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് പിടിപ്പെട്ടപ്പോൾ കർത്താവ്, ആപത്തുകൾ സംഭവിച്ചപ്പോൾ, അപകടങ്ങൾ സംഭവിച്ചപ്പോൾ കർത്താവ്, ഒന്നും വ്യസനത്തിന് കാരണമാകാതെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കൂരിന്റെ പാതകൾ കർത്താവ് ഞങ്ങൾക്ക് കൂട്ടായി നടന്നു കർത്താവ്, യേശുനാഥ മുൻപട പിൻപടയായി കർത്താവ് ഞങ്ങൾക്ക് കാവലിരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കർത്താവ്. അപ്പ നന്ദിയോട് സ്തോത്രം കർത്താവ്. എണ്ണിയാൽ തീരാത്ത നന്മ ഞങ്ങൾക്ക് നൽകി തന്നു കർത്താവ്. ആരും ഞങ്ങളെ സ്നേഹിക്കാതെ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു, നിത്യമായി സ്നേഹിച്ചു. ആ സ്നേഹത്തിനായ ദൈവത്തോട് നന്ദി പറയുന്നു കർത്താവ്. ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ലാത്ത സ്ഥാനത്ത്, അയോഗ്യരായിരുന്ന സ്ഥാനത്ത് കർത്താവ്, അപ്പൊ ദൈവസന്നിധിയുടെ അടുത്ത് വരുവാൻ യോഗ്യതയില്ലാതിരുന്നപ്പോൾ, പ്രാർത്ഥിപ്പാൻ യോഗ്യതയില്ലാതിരുന്നപ്പോൾ, പ്രാർത്ഥിപ്പാൻ അറിയാതിരുന്ന കാലത്തും കർത്താവ്, ദൈവമാരെന്നറിയാത്ത കാലത്തും കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച ആ നിത്യ സ്നേഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അപ്പാ ഹല്ലേലൂയ. അതെ, ഞങ്ങൾ ദൈവം ചെയ്ത ഉപകാരത്തിനൊക്കെ പകരം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ സകല ജനവും കാണുക രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് കർത്താവ്. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു കർത്താവെ, അപ്പ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രയാഗം അർപ്പിപ്പാനല്ലാതെ കർത്താവെ, ദൈവം ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായിട്ട് ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല കർത്താവെ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെതാകുന്ന കർത്താവെ, ഹല്ലേലൂയ. അപ്പാ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിന് ദൈവത്തിന് സ്തോത്രം കർത്താവെ. പാപബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയതിന് സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതിന് സ്തോത്രം കർത്താവെ. ആത്മീയമായി കർത്താവ് അനേകർ കർത്താവ് ബന്ധനത്തിൽ അകപ്പെട്ടവരായി, കെട്ടപ്പെട്ടവരായി കർത്താവെ, ഹല്ലേലൂയ, മൃത്യുവരമേക്കുമ്പോൾ കർത്താവെ, ജീവനുള്ള ദൈവത്തിന്റെ കരത്തിൽ കർത്താവെ, ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കിയത് ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം കർത്താവ്. നിത്യജീവങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കർത്താവ്. ഞങ്ങൾ പ്രാപിച്ച ജീവൻ അത് ക്രിസ്തുവിന്റെ ജീവൻ, ന്യായപ്രമാണ മോക്ഷ മുഖാന്തരം വന്നുവെന്ന് കർത്താവ്. ജീവൻ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തിൽ വന്നുവല്ലോ. ഞങ്ങൾ പ്രാപിച്ച ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ് കർത്താവ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, അയോഗ്യതകൾ മാത്രമുള്ള സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവ് സ്വന്തം മാറ്റിവിടുക. അതുകൊണ്ടോ ഞാൻ കമന്റ് കാണുന്നില്ല, ചനിക്കുള്ള കമന്റ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ കമന്റ് മാറി തരാം. നമ്മള് ഉണ്ടാതിരിക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് നീ വേറെ ചോദിച്ച കമന്റ്. ഈ കള്ളം പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തത് ഒറ്റ സമയമാണ്, ഒറ്റ വിശ്വാസമാണ്. ഞങ്ങളല്ല ഒന്നല്ല കേൾക്കും. അതിന് സത്യം ഒരു കമന്റ് ആയിരുന്നു. ഞാൻ നിങ്ങൾ ഇത്രയും വർഷം പള്ളി പോകുന്നില്ല, നിങ്ങളുടെ പള്ളിയിൽ വികാരി എപ്പോഴാണ് ഇരിക്കുന്നത് അറിയില്ല. ഒരു ദിവസം നിങ്ങളുടെ വികാരിയായിട്ട് കൂടെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പള്ളി ഇരിക്കുന്നത് എന്ന് പറഞ്ഞോ. നിങ്ങളുടെ പള്ളിയിൽ വികാരിയുമായിട്ട് ഒരു ദിവസം ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് സഭയിലെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചർച്ചില് അങ്ങനെ ഇരുന്നിട്ടുള്ളൂ? അതോ വലിയ സംഭവമായിട്ട് അങ്ങ് മാറി അവിടെ എവിടെ ചെന്ന് മറ്റേ
പ്രത്യേക മുറിക്കകത്തൊക്കെ പോയിരിക്കുന്ന പരിപാടിയാണ്. എന്ത് സംഭവം എന്ന് പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഇവിടെ ചർച്ചിലെ പാസ്റ്റർമാരൊക്കെ നമുക്കൊക്കെ വിളമ്പി തന്നിട്ട് അവസാനമൊക്കെ ഇരിക്കുന്നത്. അങ്ങനത്തെ ഇതിലൊക്കെ നമ്മുടെ ചർച്ചിലെ വിശ്വാസത്തിൽ നമ്മളൊക്കെ പോകുന്നത്. അതെ, നമുക്കിത്ര സന്തോഷം ഈ സഭയ്ക്കകത്തിരിക്കുന്നത്. അതാ കൂട്ടായ്മ എന്ന് പറയുന്നത്. അല്ല ചുമ്മാ ഞായറാഴ്ച രാവിലെ എണീറ്റ് 10 മണിക്ക് പള്ളിക്കകത്ത് തലയെത്തി കാണിച്ചിട്ട് 12 മണിയാകുമ്പോൾ ഇറങ്ങി പോകുന്ന പരിപാടി. അതിലൊന്നും കൂട്ടായ്മ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൂട്ടുവിശ്വാസികളോടെയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച്, അത് വല്ലപ്പോഴും വല്ല ഫംഗ്ഷന് വരുമ്പോഴല്ല. നമ്മുടെയൊക്കെ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒരു 9 മണിക്കൊക്കെ ചർച്ചയിൽ കൂടി കഴിഞ്ഞ് സഹായം കഴിച്ച് പിന്നെ അങ്ങോട്ട് ഇരിക്കും. വലിയ മുതിർന്നവരെല്ലാവരും കൂടെ ഒക്കെ വചനം പഠിക്കാനും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാനും അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം 4-5 മണിയായിട്ട് പിന്നെ പോകാൻ പോലും മനസ്സ് കാണത്തില്ല. അങ്ങനെയൊക്കെ നമ്മുടെ സഭകളൊക്കെ മിക്കതും പോകുന്നു. എല്ലാ സഭകളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഞങ്ങളുടെയൊക്കെ സഭകൾ അങ്ങനെ പോകുന്നു. പിന്നെ അവന്മാരെ കത്തനാരന്മാർക്ക് അതിനല്ലേ പണി, ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പുണ്യാളങ്ങൾ പറയണ കേട്ട്. അവരെ കത്തനാരന്മാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഠത്തിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വന്നുണ്ടാക്കി കൊടുക്കുന്ന മദർ, ഉച്ചയാകുമ്പോൾ അടുത്ത ആൾ വന്ന് ഉച്ചത്തേനുള്ള ഭക്ഷണം, വൈകുന്നേരം ആകുമ്പോൾ അടുത്ത ആള്. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇത് മടുക്കുമ്പം ഉടനെ ചർച്ചയെ മാറിയേക്കുക. ഇതാണ് അവരുടെ ശീലം. ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് സുവിശേഷം പറയാൻ പോകാനായിട്ടല്ല നേരെ ഇരിക്കുന്നത്, വേറെ പണിയൊന്നുമില്ല. അതിനുവേണ്ടി തന്നെ അച്ഛൻ പെട്ടെന്ന് പോണവരുണ്ട്. വിവാഹം കഴിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കൂടുതൽ കഴിയാനായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ കല്ലെടുത്തെറിയും. ഇതിപ്പോ പിന്നെ അച്ഛനായതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഇവന്മാര് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് എത്തി നോക്കിയിട്ട് വരുന്ന ആ പരിപാടി. ഞാൻ ഈ നേരത്തെ നമ്മളെ ചർച്ചിലെ